പത്തനംതിട്ട മണ്ണാറക്കുളഞ്ഞിയിൽ വാഹനാപകടം. പാഴ്സൽ സർവീസ് വാഹനം കാറുമായി കൂട്ടിയിടിച്ച് കാർ യാത്രികർക്ക് ഗുരുതര പരുക്ക്. ശ്രീജിത്ത് ശ്രീകുമാറിനാണ് പത്തനംതിട്ടയിൽ നിന്ന് ചേരുന്നത്. ശ്രീജിത്ത്, ഈ അപകടമുണ്ടായത് എങ്ങനെയാണ്? പരുക്കേറ്റവരുടെ ആരോഗ്യനില നിലവിൽ എങ്ങനെയാണ്? പ്രവിത, അല്പസമയം മുൻപ് ഏതാണ്ട് ഒരു അരമണിക്കൂർ മുൻപാണ് ഈ അപകട വിവരം നമ്മൾ അറിയുന്നത്. അതായത് ഈ പാർസൽ വാനാണ് ഇത് ആ ഭാഗത്ത് നിന്ന്, അതായത് ശബരിമല ഭാഗത്ത് നിന്ന് വരുന്ന വാഹനമായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ പാർസൽ വാഹനം ഈ മണ്ണാറക്കുളഞ്ഞി ജംഗ്ഷനിൽ വെച്ച് ശബരിമല ലാഹ ഭാഗത്തേക്ക് കച്ചവടത്തിനായി പോയ ഇന്നോവ വാഹനവുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. 4 പേരോളം കാർ ഇന്നോവയിൽ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അതിൽ ഏതാണ്ട് 3 പേർക്ക് ഗുരുതരമായ പരിക്ക് ഏറ്റിട്ടുണ്ട്. ഇവരെ തൊട്ടടുത്ത സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ പോലീസ് സ്ഥലത്തെത്തി. പത്തനംതിട്ട പോലീസും മലയാലപ്പുഴ പോലീസും പെട്ടെന്ന് തന്നെ സ്ഥലത്തെത്തി. നമുക്ക് ഈ പ്രതികരണം തേടേണ്ടതുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം തന്നെ. സാറേ, എത്ര പേരുണ്ടായിരുന്നു സാറേ? അത് 4 പേരുണ്ട്. കാറായാലും കാര്യമായി ഇല്ല കാര്യമായിട്ട് ഒരിക്കില്ല. തലയ്ക്കോ ഇല്ല, ദോസ്തിലുള്ളവർക്ക് ചെറിയ മുറിവൊക്കെ ഉള്ളൂ. ഇതിലെ ഈ പിക്കപ്പ് വാനിലെ ഡ്രൈവർക്ക് കാര്യമായി പരിക്കില്ല. അദ്ദേഹത്തിന് കാലിനും അതുപോലെ തന്നെ തലയിലും ചെറിയ മുറിവുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ ആ ഇന്നോവ വാഹനത്തിലെ ആളുകൾക്ക് കാര്യമായ രീതിയിലുള്ള പരിക്ക് ഏറ്റിട്ടുണ്ട് എന്ന് പറയുന്നു. എന്തായാലും പത്തനംതിട്ട സി ഐയും മലയാലപ്പുഴ സി ഐയും ഈ പ്രദേശത്ത് നിൽക്കുന്നുണ്ട്. അവരോട് നമുക്ക് ചോദിക്കാം. സാറേ, ഗതാഗതം എങ്ങനെയുണ്ട്? ഇപ്പോൾ ആളുകൾക്ക് പരിക്കുണ്ടോ? കാര്യമായിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട്. പരിക്കുണ്ടോ? ജില്ലാ ഹോസ്പിറ്റലില്ല, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ട്. അവിടെ കണ്ട് വാഹനത്തിൽ ട്രാഫിക്കിന്റെ കാര്യം തലയ്ക്കൊക്കെ പരിക്കുള്ള ആളുകളാണ്. അറിയില്ല, ഞാൻ എത്തുന്നതിന് പിന്നെ ട്രാഫിക്കിന്റെ മൊബൈലിൽ കൊണ്ടുപോയി. നാളെ മകരവിളക്കാണ്, അതിന്റെ വേണ്ടിയുള്ള സജ്ജീകരണം. അപ്പോൾ ഇങ്ങനെ ഒരു അപകടം നടക്കുന്ന സമയത്ത് ട്രാഫിക് ക്ലിയർ ചെയ്യാനുള്ള സംവിധാനം ഇല്ല. പെട്ടെന്ന് തന്നെ 3-4 ജീപ്പുകൾ നമ്മളിവിടെ ഉണ്ടായിരുന്നു. 2 CMമാരുടെയും ബാക്കി SIമാരുടെയും നേതൃത്വത്തിൽ നല്ല ടീം ഉണ്ടായിരുന്നു. ഉടനെ വന്ന് ട്രാഫിക് മാറ്റി. ബാക്കി പ്രശ്നങ്ങളോ എല്ലാം ക്ലിയർ ഇല്ല. തീർച്ചയായും അതാണ് പറയുന്നത്. പത്തനംതിട്ട സി ഐ ആണ് അദ്ദേഹം, ഷിബുകുമാർ. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഈ ട്രാഫിക് പെട്ടെന്ന് തന്നെ ക്ലിയർ ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇതാ ട്രാഫിക് SI ഉണ്ണികൃഷ്ണൻ അടക്കമുള്ള ആളുകൾ ഈ പ്രദേശത്ത് എത്തിച്ചേർന്നിട്ടുണ്ട്. ട്രാഫിക്കിന് കാര്യമായ രീതിയിൽ കുഴപ്പമില്ല. നാളെ മകരവിളക്കാണ്. ഈ മകരവിളക്ക് പ്രമാണിച്ച് കാര്യമായ രീതിയിൽ സാർ തിരക്കുണ്ടോ? തിരക്കുണ്ട്. ബ്ലോക്ക് ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും അതാണ് പോലീസുകാർക്ക് പറയാനുള്ളത്. അവർ ആ ഇന്നോവ വാഹനത്തിന്റെ ദൃശ്യങ്ങളാണ് ക്യാമറമാൻ പകർത്തുന്നത്. കാര്യമായ രീതിയിലുള്ള ഇടിയാണ് സംഭവിച്ചിരിക്കുന്നത്. അകത്തേക്ക് കാര്യമായ രീതിയിലുള്ള ഇടി സംഭവിച്ചിട്ടുണ്ട്. ആ വാഹനത്തിലെ ആൾക്കും കാര്യമായ രീതിയിലുള്ള പരിക്ക് തന്നെ പറ്റിയിട്ടുണ്ട്. എന്തായാലും വലിയ അപകടമാണ് നടന്നത്. പക്ഷേ കാര്യമായ രീതിയിലുള്ള ജീവന് ഹാനി സംഭവിക്കുന്ന രീതിയിലുള്ള പരിക്കുകളില്ല എന്നത് ഭാഗ്യമാണ്. അത്രയും ആശ്വാസമാകുന്നു. പാഴ്സൽ വാഹനം കാറുമായി കൂട്ടിയിടിച്ചാണ് ഈ അപകടമുണ്ടായത്. ശ്രീജിത്ത് പറഞ്ഞതുപോലെ തന്നെ നാളെ മകരവിളക്കാണ്. അതിന് ഭക്തരുടെ ഒരു വലിയ തിരക്കുണ്ടാവും, ട്രാഫിക് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ അപകട സ്ഥലത്തെ വാഹനങ്ങളെല്ലാം മാറ്റിയിട്ടുണ്ട് എന്നാണ് ട്രാഫിക് പോലീസ് അറിയിച്ചത്. എനിക്ക് തോന്നുന്നു ഈയിടെയായിട്ട് നമ്മളിങ്ങനെ വാഹനാപകടങ്ങളുടെ വാർത്തകൾ ഒരുപാട് വായിക്കുന്നുണ്ട്. പിന്നെയാണ് നമ്മൾ അറിയുന്നത്, റിപ്പോർട്ട് ചെയ്യുന്നത് കുറേയുണ്ട്. അതറിയാത്തത് എത്രയോ ആയിരിക്കും. എന്തായാലും ഈ ട്രാഫിക് നിയമങ്ങളൊക്കെ പാലിച്ച്, അത് മറ്റുള്ളവർക്ക് വേണ്ടിയല്ല, നമുക്കുള്ളതാണ്. കാരണം പലപ്പോഴും നമ്മൾ കാണാറുണ്ടല്ലോ, ഹെൽമെറ്റ് വെക്കില്ല, സീറ്റ് ബെൽറ്റ് ഇടില്ല, സ്പീഡിൽ പോകും. 3 കുട്ടികളൊക്കെ ഒരുമിച്ച്, അധികം പ്രായമാകാത്ത കുട്ടികളൊക്കെ ഒരുമിച്ച് പോകുന്ന കാണുമ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് ഭയമാണ്, ആശങ്കയാണ്. അതൊക്കെ ഒഴിവാക്കാൻ നമ്മൾ കൂടി ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്.